നമസ്കാരം, എല്ലാവർക്കും എഡ്യൂക്കേറ്ററിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലും എനേബിൾ ചെയ്യുക. ചാന്ദ്രദിനവുമായിട്ട് ബന്ധപ്പെട്ട് ക്വിസ് മത്സരങ്ങളിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഏതാനും ചില ചോദ്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. ബഹിരാകാശവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളും ചാന്ദ്രദിന ക്വിസിൽ ധാരാളമായി ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വാട്സാപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. ഈ വീഡിയോയുടെ മെറ്റീരിയലും പിന്നെ നമ്മൾ ഡെയിലി ക്വിസും വാട്സപ്പിൽ നടത്തുന്നുണ്ട്. അതിൽ പങ്കെടുക്കാൻ വേണ്ടി കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന ലിങ്ക് വഴി കയറുക. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ്. ഉത്തരം വിക്രം സാരാഭായ്. ഇന്ത്യയിൽ ബഹിരാകാശ വകുപ്പ് നിലവിൽ വന്ന വർഷം 1972 ജൂണിലാണ്. ISRO നിലവിൽ വന്ന വർഷം 1969 ജൂൺ 15. ISROയുടെ ആസ്ഥാനം ബാംഗ്ലൂർ. ISROയുടെ ആസ്ഥാന മന്ദിരം അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? ഉത്തരം അന്തരീക്ഷ ഭവൻ. പലർക്കും അറിയാത്തൊരു ചോദ്യമാണത്, നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ റോക്കറ്റ്. ഉത്തരം നൈക്ക് അപ്പാച്ചെ അല്ലെങ്കിൽ നിക്കി അപ്പാച്ചെ എന്നും പറയാറുണ്ട്. അതും ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യക്കാരനാണ് രാകേഷ് ശർമ്മ. രാകേഷ് ശർമ്മ ബഹിരാകാശത്തെത്തിയ വർഷം 1984. രാകേഷ് ശർമ്മ ബഹിരാകാശത്തെത്തിയ വാഹനം സോയൂസ് T-11. ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇന്ത്യ സോയൂസ് T നിർമ്മിച്ചത്? ഉത്തരം റഷ്യ. ബഹിരാകാശത്തെത്തിയ എത്രാമത്തെ സഞ്ചാരിയാണ് രാകേഷ് ശർമ്മ? ഉത്തരം 138. പക്ഷേ ഇന്ത്യയിലെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരിയാണ് രാകേഷ് ശർമ്മ. ലോകത്തിലെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ 138ാമത്തത്. സമുദ്ര പഠനങ്ങൾക്കായിട്ടുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹമാണ് ഓഷ്യൻ സാറ്റ്. ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം അറിയപ്പെടുന്നത് ശ്രീഹരിക്കോട്ട. ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ ജില്ലയിലാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് പറഞ്ഞിരുന്നു, അത് ഓർത്തു വെക്കുക. പുലിക്കെട്ട് തടാകത്തെയും ബംഗാൾ ഉൾക്കടലിനെയും വേർതിരിക്കുന്ന ഒരു കാര്യമാണ് ശ്രീഹരിക്കോട്ട എന്നുള്ളത്. ISROയുടെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമായ സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നതും ശ്രീഹരിക്കോട്ടയിലാണ്. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ വാണിജ്യ സ്ഥാപനമാണ് ആൻഡ്രിക്സ് കോർപ്പറേഷൻ. ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്ര പരിവേഷണമാണ് ചന്ദ്രയാൻ. 2008 അത് ആദ്യമായിട്ട് വന്നത്. അതിനുശേഷം ചന്ദ്രയാൻ 2ഉം 3യും നമ്മൾ വിക്ഷേപിച്ചിരുന്നു. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ച വർഷം 2008 ഒക്ടോബർ 22. ചന്ദ്രയാൻ 1ൻ്റെ പ്രൊജക്ട് ഡയറക്ടറായിരുന്നു M. അണ്ണാദുരൈ. ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ സ്വന്തം പേടകം എത്തിച്ച 5ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഭൂപടങ്ങളും വിഭവ ഭൂപടങ്ങളും തയ്യാറാക്കാൻ സഹായിക്കുന്ന ഇന്ത്യൻ കൃത്യോപകരണങ്ങളാണ് കാർട്ടോസാറ്റും റിസോഴ്സാറ്റ് 1ഉം. ഇന്ത്യയുടെ കൃത്രിമ ഉപഗ്രഹങ്ങളാണ് കാർട്ടോസാറ്റും റിസോഴ്സാറ്റ് 1ഉം. അത് ഭൂപടങ്ങളും വിഭവ ഭൂപടങ്ങളും തയ്യാറാക്കാനാണ് സഹായിക്കുന്നത്. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ച വർഷം 2008 ഒക്ടോബർ 22. ചന്ദ്രയാൻ 1ൻ്റെ പ്രോജക്റ്റ് ഡയറക്ടറായിരുന്നു M. അണ്ണാദുരൈ. അതും ഓർത്തു വെക്കുക. ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ സ്വന്തം പേടകം എത്തിച്ച എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ 5ാമത്തെ രാജ്യമാണ്. ഭൂപടങ്ങളും വിഭവ ഭൂപടങ്ങളും തയ്യാറാക്കാൻ സഹായിക്കുന്ന ഇന്ത്യൻ കൃത്രിമോപഗ്രഹങ്ങളാണ് കാർട്ടോസാറ്റ് 1ഉം റിസോഴ്സാറ്റ് 1ഉം. അപ്പോൾ ഇത് പേര് തന്നിട്ട് ഇതിൻ്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് ചോദിച്ചാൽ ഇത് എഴുതുക. ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് കൽപ്പന ചൗള. അകാലത്തിൽ പൊലിഞ്ഞ നക്ഷത്രം എന്ന് അമേരിക്കൻ പത്രങ്ങൾ വിശേഷിപ്പിച്ചതും കൽപ്പന ചൗളയാണ്. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഞാൻ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിലെ കുറച്ച് കാര്യങ്ങളും എടുത്തെടുത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ മുഴുവൻ കണ്ടു തീർക്കുക. കൽപ്പന ചൗള അന്തരിച്ച വർഷമാണ് 2003. കൽപ്പന ചൗളയെ പറ്റി എല്ലാവർക്കും അറിയാം. ഇന്ത്യൻ ബഹിരാകാശ ചരിത്രത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലാണ് കൽപ്പന ചൗള എന്നുള്ളത്. ബഹിരാകാശത്ത് കൂടുതൽ കാലം ചെലവഴിച്ച ഇന്ത്യൻ വനിതയാണ് സുനിത വില്യംസ്. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹമാണ് ആര്യഭട്ട. ലോകത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ ഉപഗ്രഹമാണ് എഡ്യൂസാറ്റ്. അത് ഇന്ത്യയുടെയാണ് എഡ്യൂസാറ്റ് എന്നുള്ളത്. ISROയുടെ ആസ്ഥാനം ബാംഗ്ലൂരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ശൂന്യാകാശ സഞ്ചാരി ഞാൻ പറഞ്ഞിരുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ആപ്പിളാണ്. എഡ്യൂസാറ്റ് വിക്ഷേപിച്ച വർഷം 2004 സെപ്റ്റംബർ 20. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യൻ വംശജ കൽപ്പന ചൗളയാണ്. അത് നിങ്ങളൊന്ന് ഓർത്തു വയ്ക്കുക. രണ്ട് തരത്തിൽ ചോദിക്കാം. ഞാൻ നേരത്തെ കാണിച്ച രീതിയിലും ഈ ഒരു രീതിയിലും ആ ചോദ്യം ചോദിക്കാം. വിക്രം സാരാഭായ് ബഹിരാകാശ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? തുമ്പ. തിരുവനന്തപുരത്ത് തുമ്പയിലാണ്, കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. VSSC എന്നാണ് അതിൻ്റെ ഒരു ഷോർട്ട് ഫോം. വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ എന്നുള്ള പൂർണ്ണ രൂപമുണ്ട്. ചിലപ്പോൾ അതൊരു ചോദ്യമായിട്ട് വന്നേക്കാം.
ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ പദ്ധതിയുടെ പിതാവാണ് വിക്രം സാരാഭായ്. കേരളത്തിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ കേപ്പ് കെന്നഡി എന്നറിയപ്പെടുന്നത് ശ്രീഹരിക്കോട്ടയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്ര പരിവേഷണ ദൗത്യം ചന്ദ്രയാനാണ്. ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, അത് നിങ്ങൾ നോക്കണ്ട. ഓക്കെ, ചന്ദ്രയാൻ 1 അത് തന്നെ. ഇത് ഞാൻ മിസ്റ്റേക്കിൻ്റെ അല്ല, ഞാനൊരു കോപ്പി ക്വസ്റ്റ്യൻ്റെ ഇതിൽ വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. ചന്ദ്രയാൻ 1 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റാണ് PSLV-C11. ചന്ദ്രയാൻ 1 വിക്ഷേപിക്കുമ്പോഴുള്ള ISRO ചെയർമാനാണ് G. മാധവൻ നായർ. മൂൺ മിനറോളജി മാപ്പർ എന്ന ഉപഗ്രഹം ഇന്ത്യൻ പതാകയുമായി ചന്ദ്രനിൽ പതിച്ചത് 2008 നവംബർ 14 ഈ ഒരു മൂൺ മിനറോളജി മാപ്പറിനെ പറ്റി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയുകയുണ്ടായി. ചന്ദ്രനിലെ ജലാംശം കണ്ടെത്തിയ ഒരു വസ്തുതയാണ്. ഇസ്രോ ചന്ദ്രയാൻ ദൗത്യം അവസാനിപ്പിച്ചതായി പ്രഖ്യാപിച്ചതെന്ന് 2009 ഓഗസ്റ്റ് 20. ഇസ്രോ എന്ന് പറയുന്ന ISRO ആണ്. ചന്ദ്രനിൽ ജലമുണ്ട് എന്ന് സ്ഥിരീകരിച്ച ചാന്ദ്ര ദൗത്യമാണ് ചന്ദ്രയാൻ 1. അതിൽ ആ ഒരു ജലാംശം കണ്ടെത്തിയ ഒരു ഭാഗമാണ് മൂൺ മിനറോളജി മാപ്പർ. ആ ഒരു ഉപകരണമാണ് നമ്മളുടെ ജലാംശം കണ്ടുപിടിച്ചത് ചന്ദ്രനിലെ. ചൊവ്വയെക്കുറിച്ച് പഠിക്കാനായിട്ട് ഇന്ത്യ വിക്ഷേപിച്ച ദൗത്യ പേടകമാണ് മാർസ് ഓർബിറ്റൽ മിഷൻ. ഇത് ഉപകരണം മാത്രമാണ്. മംഗൾയാൻ എന്നാണ് ആ ദൗത്യത്തിൻ്റെ പേര്. മംഗൾയാൻ വിക്ഷേപിച്ചത് 2013 നവംബർ 5 മംഗൾയാൻ വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റാണ് PSLV-C25. PSLV-C25 എന്നും പറയാം. മറ്റേത് നിങ്ങൾ ശ്രദ്ധിക്കുക, ചന്ദ്രയാൻ്റേത് PSLV-C11 ആണ്, മംഗൾയാൻ്റെ PSLV-C25. മംഗൾയാൻ്റെ ഭാരം 1337 കിലോഗ്രാമാണ്. മംഗൾയാൻ വിക്ഷേപിച്ചത് എവിടെ നിന്നെന്ന് ചോദിച്ചാൽ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്ന് തന്നെയാണ്. മംഗൾയാൻ പ്രോഗ്രാം ഡയറക്ടറും ഡോക്ടർ M. അണ്ണാദുരൈ തന്നെയാണ്. ഒരു ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ്റെ പേരിൽ അമേരിക്ക വിക്ഷേപിച്ച എക്സ്റേ ടെലിസ്കോപ്പ് ഏതാണ്? ഉത്തരം ചന്ദ്ര. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ബുധൻ. ഫസ്റ്റ് മെൻ ഓൺ മൂൺ എന്ന കൃതിയുടെ കർത്താവ് ആരെന്ന് ചോദിച്ചാൽ H.G. വെയിൽസ് ആണ്. അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ചാന്ദ്രദിനമായിട്ട് ആചരിക്കുന്നത് ജൂലൈ 21. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവ് വിക്രം സാരാഭായ് ആണ്. അപ്പോൾ അത് ആവർത്തിച്ച് വരുവാണ്, നിങ്ങൾ നോക്കണ്ട. ലോക ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയുന്നത് അലക്സാണ്ടർ സിയോൾസ്കിയാണ്. മിസൈൽ മാൻ എന്നറിയപ്പെടുന്നത് അബ്ദുൽ കലാം, നമ്മുടെ ഫോർമർ പ്രസിഡൻ്റ് കൂടെ ആയിട്ടുള്ള അബ്ദുൽ കലാം സാറാണ്. ഇന്ത്യൻ ബഹിരാകാശ പരിപാടിയുടെ പ്രഥമ രൂപരേഖ തയ്യാറാക്കിയ ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ ജഹാംഗീർ ബാബ. ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ മനുഷ്യനാണ് യൂറി ഗഗാറിൻ. ബഹിരാകാശത്തേക്ക് പോയ വാഹനം ഏതെന്ന് ചോദിച്ചാൽ വോസ്റ്റോക്ക് 1 ആണ്. യൂറി ഗഗാറിൻ എത്ര സമയം കൊണ്ടാണ് ഭൂമിയെ ഒരു തവണ ചുറ്റിയത്? 108 മിനിറ്റ് കൊണ്ടാണ് അദ്ദേഹം ഭൂമിയെ ഒരു തവണ ചുറ്റിയത്. ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി ആരെന്ന് ചോദിച്ചാൽ വാലന്റീന തെരഷ്കോവയാണ്. ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി അല്ല, ലോകത്തിലെ ആദ്യത്തെ വനിതാ ബഹിരാകാശ സഞ്ചാരിയാണ് വാലന്റീന തെരഷ്കോവ. ആ ഒരു ചോദ്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യമായി ബഹിരാകാശത്തെത്തി ഇന്ത്യൻ വനിത കൽപ്പന ചൗള. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. കൽപ്പന ചൗളയുടെ ജന്മദേശം കർണാൽ എന്നുള്ള സ്ഥലമാണ്. ഹരിയാന സംസ്ഥാനത്തിലെ കർണാൽ എന്നുള്ള ജില്ലയാണ്. ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് കഴിഞ്ഞ ഇന്ത്യൻ വനിത എന്ന് ചോദിച്ചാൽ സുനിത വില്യംസ് ആണ്. എത്ര ദിവസമാണ് സുനിത വില്യംസ് ബഹിരാകാശത്ത് കഴിഞ്ഞത്? 322 ദിവസമാണ്. കൽപ്പന 1 എന്ന ഉപഗ്രഹത്തിൻ്റെ പഴയ പേര് എന്തെന്ന് ചോദിച്ചാൽ മെറ്റ്സാറ്റ് 1. ബഹിരാകാശ പര്യടനം നടത്തിയ ഏറ്റവും പ്രായം കൂടിയ മനുഷ്യനാണ് ജോൺ ഗ്ലെൻ. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അലൻ ഷെപ്പേർഡാണ്. 47 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം ചന്ദ്രനിൽ കാലുകുത്തിയത്. ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ചാൾസ് ഡ്യൂക്കാണ്. ഫ്രം എർത്ത് ടു മൂൺ, ഭൂമിക്ക് ചുറ്റും 80 ദിവസങ്ങൾ എന്നീ കൃതികൾ രചിച്ചത് ആരാണ്? ഉത്തരം ജൂൾസ് വേൺ. ചന്ദ്രനിൽ ഇറങ്ങിയ ചൈനയുടെ ആദ്യത്തെ ബഹിരാകാശ പേടകം ഏതെന്ന് ചോദിച്ചാൽ ചാങ് 3 ആണ്. അപ്പോൾ ഞാനിതൊരു ലൈവായിട്ട് തന്നെയാണ് ഞാൻ റെക്കോർഡ് ചെയ്തു പോകുന്നത്. അപ്പോൾ അതിൽ നമ്മൾ സംസാരിക്കുന്നതിലേക്ക് ചെറിയ മിസ്റ്റേക്ക് വരും. അതൊക്കെ നിങ്ങൾ കാര്യമായിട്ട് എടുക്കില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ വളരെ ശ്രദ്ധയോടെ തന്നെ കേട്ട് നോട്ട് ചെയ്ത് പോകുക. പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുത്ത് പഠിക്കുക. ചന്ദ്രനിൽ ഇറങ്ങിയ ചൈനയുടെ ആളില്ലാത്ത ദൗത്യവും ചാങ് 3 തന്നെയാണ്. ചാങ് 3 പേടകത്തിൽ ഉണ്ടായിരുന്ന റോബോട്ടിക് വാഹനത്തിൻ്റെ പേരാണ് U2.
U2 എന്നാണ് ചാന്ദ് 3 പേടകത്തിലുണ്ടായിരുന്ന റോബോട്ടിക് വാഹനത്തിൻ്റെ പേര്. ചന്ദ്രനിൽ റോബോട്ടിക് വാഹനം ഇറക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ചൈന എന്ന് ചോദിച്ചാൽ 3ാമത്തെ രാജ്യമാണ്. ചാന്ദ് 3 ഇറങ്ങിയ ചന്ദ്രനിലെ സ്ഥലത്തിൻ്റെ പേരാണ് മഴവിൽ പ്രദേശം, റെയിൻബോ പ്ലേസ്. നിരവധി രാജ്യങ്ങളുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിക്കുന്ന ബഹിരാകാശ നിലയമാണ് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയാമായിരിക്കും. ചന്ദ്രൻ്റെ വ്യാസം, അതായത് ചന്ദ്രൻ്റെ ഡയമീറ്റർ എത്ര എന്ന് ചോദിച്ചാൽ 3475 കിലോമീറ്ററാണ്. ആകാശത്ത് ധ്രുവനക്ഷത്രം കാണപ്പെടുന്ന ദിക്ക് ഏതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം വടക്കാണ്. ചന്ദ്രനിലെ ഗർത്തങ്ങളെ ആദ്യമായിട്ട് നിരീക്ഷിച്ചത് ഗലീലിയോ ഗലീലിയാണ്. ഒളിമ്പസ് മൂൺസ് എന്താണെന്ന് ചോദിച്ചാൽ അതൊരു അഗ്നിപർവ്വതമാണ്. ചൊവ്വയിലെ അഗ്നിപർവ്വതമാണ് ഒളിമ്പസ് മൂൺസ്. അതിലെ ഏറ്റവും വലുത് ആണ് ആ ഒരു അഗ്നിപർവ്വതം. നക്ഷത്രത്തിൻ്റെ നിറം സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? അതിൻ്റെ താപനിലയാണ് അത് സൂചിപ്പിക്കുന്നത്. ചന്ദ്രനിലെ പൊടിപടലങ്ങളെക്കുറിച്ച് പഠിക്കാൻ നാസ 2013 വിക്ഷേപിച്ച പേടകമാണ് ലാഡി. നാസയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് കേപ്പ് കാനറവൽ. ഇന്ത്യയുടെ കേപ്പ് കെന്നഡി എന്നറിയപ്പെടുന്നത് ശ്രീഹരിക്കോട്ടയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഈ ചോദ്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ചന്ദ്രൻ്റെ എത്ര ശതമാനം ഭാഗമാണ് ഭൂമിയിൽ നിന്നും ദൃശ്യമാകുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഉത്തരം 59%. ഇന്ത്യയുടെ ഭൂപട നിർമ്മാണ പഠനങ്ങൾക്കുള്ള ഉപഗ്രഹമാണ് കാർട്ടോസാറ്റ്. അതും ഞാൻ പറഞ്ഞിരുന്നു. ചന്ദ്രയാൻ ദൗത്യത്തിൻ്റെ ഭാഗമായി ചന്ദ്രോപരിതലത്തിൽ ഇറക്കിയ ഉപകരണം എന്ന് ചോദിച്ചാൽ മൂൺ ഇമ്പാക്റ്റ് പ്രോബാണ്. ബഹിരാകാശത്ത് വെച്ച് മാരത്തൺ ഓട്ട മത്സരത്തിൽ പങ്കെടുത്ത വനിത ആരെന്നുള്ള ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരം നിങ്ങളായിട്ട് എഴുതേണ്ടത് സുനിത വില്യംസ് ആണ്. സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹം ബുധൻ, ഏറ്റവും ചെറിയ ഗ്രഹം ബുധൻ, വലയങ്ങളുള്ള ഗ്രഹം ശനി, നീലഗ്രഹം എന്നറിയപ്പെടുന്നത് ഭൂമി. ഇതൊക്കെ ഒരു സിമ്പിൾ ചോദ്യം, അതാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു വിടുന്നത്. ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് സെലനോളജിയാണ്. ചന്ദ്രനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതെന്ന് ചോദിച്ചാൽ സെലനോഗ്രാഫാണ്. സെലനോഗ്രാഫിയുടെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ ജൊഹാൻ ഹിമോണിമസ് മോട്ടർ. ജ്യോതിശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അരിസ്റ്റോട്ടിലാണ്. ബഹിരാകാശത്തെത്തുന്ന സഞ്ചാരികൾ അന്യോന്യം ആശയവിനിമയം നടത്തുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ റേഡിയോ സന്ദേശം വഴിയാണ്. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രനിലെ കറുത്ത പാടുകൾക്ക് പറയുന്ന പേരാണ് മരിയ അല്ലെങ്കിൽ മേയർ എന്നും പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ട്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏകദേശം 100-ലധികം ചോദ്യങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിരുന്നു. ഇതിൽ നിന്ന് ധാരാളം ചോദ്യങ്ങൾ നിങ്ങളുടെ ക്വിസിന് പ്രതീക്ഷിക്കാം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടും ഇതേപോലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഒരു പാർട്ടാണ്. ഓൾറെഡി പാർട്ട് 1 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ അവസാനം വരെ കാണുക, വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം.